സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചില ന്യായീകരണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതൊരു മദ്യക്കുപ്പിയും അതിൽ കൃത്യമായി മദ്യം ഉപയോഗിക്കുമ്പോൾ അതിൽ കൃത്യമായ അറിയിപ്പുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നത്. അപ്പോൾ ഒരു കാരണവശാലും മദ്യത്തിന് ഒരു തരത്തിലുമുള്ള ഗുണങ്ങളും ഇല്ല എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മദ്യശാലകൾക്കും ഒക്കെ ഇത്തരത്തിൽ കർശനമായ അറിയിപ്പോടുകൂടി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു സിനിമ സീരിയൽ രംഗങ്ങളിൽ പോലും ഈ മദ്യപാനം കാണിക്കുമ്പോൾ കൃത്യമായ അറിയിപ്പ് നൽകുന്നുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന്. പക്ഷേ സർക്കാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഗുണങ്ങൾ ഉണ്ട് എന്നതാണ്. ആ ഗുണങ്ങൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൂടുതൽ നികുതി തുക എത്തും എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒന്നുണ്ട്, ഈ കഴിഞ്ഞ സീസണുകളിൽ, അതായത് ക്രിസ്മസ് സീസണിൽ മാത്രം 4 ദിവസം കൊണ്ട് മലയാളികൾ കുടിച്ചു തീർത്ത കണക്ക് തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ പുതുവത്സരത്തിന്റെ തലേ ദിവസം വിറ്റഴിച്ചത് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. ഇതൊക്കെ സർക്കാർ ഔട്ട്ലെറ്റുകളിൽ ആണെങ്കിൽ ഈ ബാറുകളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ നികുതിയുടെ പങ്ക് കൃത്യമായി സർക്കാരിന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ പറയുമ്പോൾ അതിൽ മദ്യവിൽപ്പന ഉയരും എന്നത് അവർ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും വരുമാനം വർദ്ധിക്കും എന്നതാണ് അതിൽ ഗുണകരമായി സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത്. ടൂറിസം മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യും. അതായത് ടൂറിസം മേഖലയിൽ ഏതാണ്ട് പുലർച്ചെ 3 മണി വരെ മദ്യശാലകൾക്ക് തുറന്നിരിക്കാം എന്ന് പറയുമ്പോൾ വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് മദ്യപിക്കുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് അത് കൂടുതൽ ഉണർവേകും എന്നതാണ് സർക്കാരിൻ്റെ ഒരു അവകാശവാദം. മറ്റൊന്ന്, നൈറ്റ് ലൈഫിന് പ്രയോജനപ്രദമാകും എന്നുള്ളതാണ്. അതായത് കൂടുതൽ സമയം ഇങ്ങനെ തുറന്നിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം ആളുകൾ ഇടപെടുക. പക്ഷേ ഈ നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മദ്യപാനത്തിലൂടെയാണ്. ഇപ്പോൾ പോലും ഈ മദ്യപാനം ഇത്തരം വിപുലമല്ലാത്തപ്പോൾ പോലും നൈറ്റ് ലൈഫ് എന്നത് എത്രത്തോളം പ്രായോഗികമാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ സമയങ്ങളിലൊക്കെ എത്രത്തോളം സുരക്ഷിതമായി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മദ്യപാനത്തിനുള്ള അവസരം വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ഇപ്പോൾ തന്നെ ഈ 11 മണിക്ക് ബാറുകൾ അടയ്ക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനുശേഷം വലിയ തോതിൽ ശല്യങ്ങളില്ലാത്തൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ശല്യം ഉണ്ടായാൽ കൃത്യമായി അവിടേക്ക് പോലീസ് സംവിധാനങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ശേഷി, സേനയുടെ കരുത്തൊക്കെ നമുക്കുണ്ടോ എന്നതാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ്. പക്ഷേ മലയാളികൾ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവരല്ല എന്ന് കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, അതായത് ദോഷങ്ങൾ മാത്രമാണ് എല്ലാവർക്കും പറയാൻ ഉള്ളൂ എന്നത്. മദ്യ ഉപയോഗം വർദ്ധിക്കുന്നതോടുകൂടി മദ്യവർജനം എന്ന പ്രഖ്യാപിത നിലപാടിന് തിരിച്ചടിയാവുകയാണ്. 2016 സർക്കാർ ചുമതലയേറ്റപ്പോൾ തന്നെ പറഞ്ഞത് ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണ് സർക്കാരിൻ്റെ നയം എന്നതാണ്. പക്ഷേ എവിടെയാണ് ഈ മദ്യവർജനം സാധ്യമായിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ മദ്യ ഉപഭോഗം കുറയുകയല്ലേ ചെയ്യേണ്ടത്? മദ്യാസക്തി കുറയുകയല്ലേ? അങ്ങനെ ഒരു കണക്ക് നിരത്താൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നതാണ്. അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ, അതായത് ഈ 12 മണി വരെ ബാറുകൾ തുറന്നിരിക്കുന്നു, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ സാമൂഹികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ടോ എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാധാരണക്കാരായ ആളുകളൊക്കെ സൗകര്യത്തോടെ കിടന്നുറങ്ങുന്ന ഒരു സമയമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, മദ്യപാനം കൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുകയാണ്. ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കണ്ടെത്തുവാൻ സർക്കാരിന് ചെലവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് പകരം മദ്യാസക്തിയുള്ള ഒരു തലമുറയെ അല്ല വാർത്തെടുക്കേണ്ടത് എന്നതാണ് പൊതുവിൽ ലോകത്തിൻ്റെ നിരീക്ഷണം. മദ്യപാനത്തെ പൂർണ്ണമായും എതിർക്കുകയല്ല, പക്ഷേ ഉത്തരവാദിത്വമില്ലാത്തൊരു മദ്യപാന ശീലത്തിലേക്ക് ആളുകളെ മാറ്റുമ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും സമൂഹത്തിന് എന്നതാണ് ഒരു പൊതുവിലയിരുത്തൽ. എന്തായാലും അരുൺ, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നത് തന്നെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്. ഇനി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കൂടി നമുക്ക് എന്ത് എന്നറിയേണ്ടതുണ്ട്. ഇത് ഈ മദ്യശാലകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബാർകോഴ വിവാദമേറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. അതിനുശേഷമായിരുന്നു ബാറുകൾക്കടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്, ബാറുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന ഇടത് സർക്കാർ ഘട്ടം ഘട്ടമായി ബാറുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ മദ്യനയം എന്നത് നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ് എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. പൊതു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. ഇങ്ങനെ മാറ്റം വരുത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രശ്നമുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ആലോചിച്ച് വിശദീകരണം ആവശ്യമാണെങ്കിൽ അത് നൽകും. ബാർ സംഘടനകളുടെ ആവശ്യപ്രകാരം മാത്രമല്ല നടപടി, ടൂറിസം ലക്ഷ്യമാക്കി ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നുമാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. നേരത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ
ബാർ ഹോട്ടലുകൾക്ക് 10 മണി മുതൽ 12 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇപ്പോഴിത് ഗവൺമെൻറ് ഉത്തരവായി എന്നുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. സാധാരണ നിലയിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏതെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ ആലോചിച്ച് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.